നമ്മൾക്കൊരാളെ മിസ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നമ്മളായിട്ട് നഷ്ടപ്പെടുത്തിയ ആ ആൾക്ക് പകരമാവാൻ വേറൊരാൾക്കും കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ. ചിലരുടെ വില അല്ലെങ്കിൽ അവർ നമ്മുടെ ലൈഫിൽ ചെലുത്തിയിരുന്ന സ്വാധീനം, നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിരുന്ന സന്തോഷം അവർ പോയി കഴിഞ്ഞാലാണ് നമ്മൾ തിരിച്ചറിയുക. നമുക്ക് ജീവിതത്തിൽ വേണ്ടെന്ന് തോന്നുന്നതൊക്കെ ഒഴിവാക്കാം അല്ലെങ്കിൽ മാറ്റാം. പക്ഷേ ഓർമ്മകളോ? ആ നനുത്ത ഓർമ്മകൾക്ക് പകരം വയ്ക്കാൻ എന്തിനെങ്കിലും പറ്റുമോ? അങ്ങനെയുള്ള ഓർമ്മകൾ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരികയും ചെയ്യും. ഇൻസ്റ്റയിലൊക്കെ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ലെറ്റർ അടിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ അവരുടെ പ്രൊഫൈലാണ് കയറി വരിക. അനുഭവമല്ലേ? ചിലപ്പോൾ ആ ആളെ ഓർക്കുന്നത് ഒരു മണം കൊണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ, അതും അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ. ശരിയല്ലേ? ഒരാളെ നമുക്ക് മിസ് ചെയ്യുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതം ക്ഷണികമാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നിൻ്റെ സന്തോഷങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക. ആ സംഭാഷണങ്ങൾ, ആ കൂടിക്കാഴ്ചകൾ, ആ ഹഗ്, ഒരുമിച്ച് പങ്കിട്ട നിമിഷങ്ങൾ, അങ്ങനെ എല്ലാത്തിനും. കാരണം ഇന്ന് നമ്മൾ മിസ് ചെയ്യുന്ന ആളുകൾ ഒരു കാലത്ത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിരുന്നു, അല്ലേ? അവർ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ലായിരിക്കാം.